സോ ഹായ് ഹലോ എവറി വൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി ഈ ഇൻഡെക്സസ് അനലൈസിസ് ചെയ്യും. സോ നമ്മുടെ ചാർട്ട് അനലൈസിസ് കിടക്കാം. ഫസ്റ്റ് നമ്മുടെ ചാർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇൻട്രാഡേ പർപ്പസ് ചാർട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ ഫോർത്ത് വേവിലാണ് സ്റ്റിൽ. ഓക്കെ, ഫോർത്ത് വേവിലാണ് പ്രൈസ് ഈ സമയത്ത്. ഇതുവരെ ഫിഫ്ത്ത് വേവ് ഇതുവരെ എൻറ്റേഡ് ആയിട്ടില്ല. കാരണം ഫോർത്ത് വേവ് കംപ്ലീറ്റ് ആയാലേ നമുക്ക് ഫിഫ്ത്തിലേക്ക് എൻറ്റേഡ് ആയി എന്ന് പറയാം. പിന്നെ ഫിഫ്ത്ത് ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ 2-3 പേര് ഐ തിങ്ക് കമൻറ്റ് ചെയ്തായിരുന്നു. ഫിഫ്ത്ത് വേവിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ഓർ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. സോ ഫിഫ്ത്ത് വേവ് ഞാൻ പറഞ്ഞില്ലേ, ഫിഫ്ത്ത് വേവ് സ്റ്റാർട്ടിങ് ഈ റെഡ് ലൈൻ്റെ അബവ് മാത്രമേ. ഇൻ കേസ് അങ്ങനെ ഗ്യാപ്പ് അപ്പ് ആയാൽ ഗ്യാപ്പ് അപ്പ് ഇത്ര ഹ്യൂജ് വേണം. ദാറ്റ് മീൻസ് ഈ റെഡ് ലൈൻ്റെ ഈ തിക്ക് ആയ ഈ റെഡ് ലൈൻ ഉണ്ടല്ലോ, ഇതിൻ്റെ അബവ് പ്രൈസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവണം. ദെൻ നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഫിഫ്ത്ത് വേവ് ആയി. ഓർ ഫോർത്ത് വേവിൻ്റെ കണ്ടീഷൻസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. ഇത് ഫോർത്ത് വേവിൻ്റെ കണ്ടീഷൻസ് വരെ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഫോർത്ത് വേവിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരുന്നു. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഓവറോൾ സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ബിഗർ ടൈം ഫ്രെയിമിലാക്കാം. യെസ്, ഓക്കെ. സോ ഫോർത്ത് വേവിൻ്റെ കണ്ടീഷൻസ് എന്താണ്? ഇപ്പോൾ ഐ തിങ്ക് എല്ലാവരും റെഗുലർ വീഡിയോസ് കാണുന്നുണ്ട്. സോ അവർക്ക് കണ്ടീഷൻസൊക്കെ അറിയായിരിക്കും. ഫോർത്ത് വേവിൻ്റെ കണ്ടീഷൻസ് നമ്മളത് ഫസ്റ്റ് ഇങ്ങനെ എക്സ്റ്റൻഡ് ഫിബൊനാച്ചി വെക്കണം ഫുൾ. ഓക്കെ, എക്സ്റ്റൻഡ് ഫിബൊനാച്ചി ഇവിടെ ഫ്രം ബോട്ടം ടു വേവ് തേർഡിൻ്റെ ഹൈ ടോപ്പ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഫിബൊനാച്ചി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് എല്ലാം ഇതുപോലെ തന്നെ വേണം. നമ്മുടെ ഇല്ലിയറ്റ് വേവ് ഉണ്ടല്ലോ, അതിൽ എക്സാക്ട്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഫിബൊനാച്ചി എങ്ങനെ യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഓരോരോ ലെഗിൽ ഓരോരോ ടൈപ്പാണ് ഫിബൊനാച്ചി യൂസ് ചെയ്യാറുള്ളൂ. ഈ ഫോർത്ത് വേവിലാണ് നമ്മൾ ഇങ്ങനെ ഫിബൊനാച്ചി യൂസ് ഫ്രം ഡൗൺ ടു ടോപ്പ്. ഓക്കെ, ബാക്കി ഫിഫ്ത്ത് വേവിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് യൂസ് ചെയ്യും. സെക്കൻഡ് വേവിൽ ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെ. കറക്ഷൻസിൽ ഈ ടൈപ്പ് ആൻഡ് എക്സ്റ്റൻഡിലാണെങ്കിൽ വേറെ ടൈപ്പാണ്. സോ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഫിബ് യൂസ് ചെയ്യാൻ. ഓക്കെ, പല ആളുകൾ പല ടൈപ്പ് പറയാറുണ്ട്. ബട്ട് ഇല്ലിയറ്റ് വേവിൽ നമുക്ക് എക്സാക്ട്ലി നമുക്കറിയാൻ പറ്റും ഫിബൊനാച്ചി ടൂളിൻ്റെ ഒരു യൂസ് എങ്ങനെയാണ്. ഓക്കെ, സോ നമ്മുടെ സമയക്കളഞ്ഞിൽ നമുക്ക് വേഗം ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഇതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റാണ് 23.60%. ഓൾമോസ്റ്റ് ടച്ച് ആയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ അതിൻ്റെ ഫെർദർ ഫോൾ 38.20% വരെ നമുക്ക് കിട്ടും. അത് ഞാൻ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, 38.20%. ഓക്കെ, ആൻഡ് ഈ ഫോർത്ത് വേവ് മാക്സ് ടു മാക്സ് 50% വരാവുള്ളൂ. ഇത്ര വരെ വരാവുള്ളൂ. ഇതിൻ്റെ താഴെ പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ഫിഫ്ത്ത് വേവ് ഫെയിലിയർ ആയി പോകും. അതൊരു റൂളാണ്, മസ്റ്റാണ്, ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഫിഫ്ത്ത് വേവ് നമ്മുടെ ഫെയിലായി പോകും ഇൻ കേസ് 50% ബിലോ പോയാൽ. പ്രൈസ് ഫെയിലായി പോകുമെന്ന് വെച്ചാൽ എപ്പോഴും ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ആ ഒരു മൗണ്ടൈൻ്റെ സ്റ്റോറി ഞാൻ ലാസ്റ്റ് 2 വീക്സ് മുന്നേ എന്തോ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. ആ സ്റ്റോറി ഒന്ന് ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ കാണണം. എന്ന് വെച്ചാൽ ഞാൻ എന്താ ഡിസ്കസ് ചെയ്തായിരുന്നു, സപ്പോസ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് മൗണ്ടെയിൻ്റെ ടോപ്പാണ് മുകളിലെ. ഇതാണ് മൗണ്ടെയിൻ്റെ ടോപ്പ്. ഏതാ ഈ ഒരു ഏരിയ മൗണ്ടെയിൻ്റെ ടോപ്പാണ് ഓർ ടാർഗറ്റാണ്. നമുക്ക് ഇവിടെ പോകേണ്ടതാണ്. സോ നമ്മൾ ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അവിടെ എത്തിയിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തു. കടകളിൽ കയറി വെള്ളം കുടിക്കാനൊക്കെ കയറി വെള്ളം കുടിച്ചു, റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് മുകളിലേക്ക് കയറി. ദെൻ വീണ്ടും താഴേക്ക് വന്നു, റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വെള്ളം കുടിക്കുന്നു. അങ്ങനെയൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ടാർഗറ്റിലേക്ക് പോകും. ഓക്കെ, ഇൻ കേസ് നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടി താഴേക്ക് വരാൻ തുടങ്ങിയാൽ, കടകൾ അന്വേഷിച്ചിട്ടല്ല വെള്ളം കുടിക്കാനൊക്കെ നമ്മൾ താഴേക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പം നമുക്ക് എന്തായിരിക്കും, നമ്മൾ ഇത്ര വരെ കയറിയത് വേസ്റ്റായി. പിന്നെ കുറച്ചുകൂടി താഴേക്ക് വന്നുമ്പോൾ നമുക്ക് ക്ഷീണം കൂടുതലുണ്ടാവും. ചിന്തിക്കണം, മനസ്സിലായോ? ക്ഷീണം കൂടുതലുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ അയ്യോ ഞാൻ അവിടെ വരെ പോയിട്ട് അവിടെ നിന്ന് ഇച്ചിരി കൂടി ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ കടകൾ അന്വേഷിച്ച് വെള്ളം കുടിക്കാനൊക്കെ താഴേക്ക് വന്നു, എന്നെ ഒത്തിരി കൂടി താഴേക്ക് വന്നു പോയി. സോ നമ്മുടെ ആ ഒരു പവർ, മെൻ്റലി പവർ, ഇതൊക്കെ എല്ലാം കൂടി വീക്കായി പോകും. സോ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ഈ പതിയെ വീണ്ടും കയറാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആ ടാർഗറ്റ് ഡബിളായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ എന്തായിരിക്കും അവിടെ നിന്ന് നമ്മൾ വിട്ടുകൊടുക്കുക. ദെൻ പ്രൈസ് ഡൗൺ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പോയി അയ്യോ ഇനി അവിടെ വരെ എത്താൻ പറ്റില്ല, നമുക്ക് വീട്ടിലേക്ക് പോകാം.
അതാണ് ആ ഒരു സ്റ്റോറി. എപ്പോഴും ഇത് ശ്രദ്ധിക്കുക. നമ്മൾ ലോജിക്കലി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ കിട്ടും. ഓക്കെ, സോ എനിവേ വേഗം നമുക്ക് ഒന്നുകൂടി 1 2 3 5 കൗണ്ട് ചെയ്ത് നമുക്കിത് ന്യൂ വ്യൂവേഴ്സ് ഒത്തിരി ഉണ്ട്, അവർക്കത് അറിയില്ലായിരിക്കും. സോ ഇതായിരുന്നു 1 നമ്മുടെ. ഇവിടെയാണ് നമ്മൾ 2 കൗണ്ട് ചെയ്യണത്, ഇത് 3 കൗണ്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ 4 നടന്നുകൊണ്ടിരിക്കുന്നത്. 4 എവിടെ തീരും നമുക്ക് അറിയത്തില്ല. ബട്ട് പ്രൈസ് ഇനി കുറച്ചുകൂടി താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. അത് നോക്കാം. നമുക്ക് 3 4 ഇതായി ആൻഡ് 5 ഓൾമോസ്റ്റ് നമ്മൾ 24,000 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 24,000 ആ ഒരു ഏരിയയിൽ പ്രൈസ് പോകേണ്ടതാണ്. ഓക്കെ, അവർ ന്യൂ വീഡിയോസ് റെഗുലർ വ്യൂവേഴ്സ്ക്ക് അതൊക്കെ എല്ലാം പ്രോപ്പർലി അറിയാം. ഐ തിങ്ക് റെഗുലർ വീഡിയോസ് കാണുന്നുണ്ട്. ബട്ട് ന്യൂ വ്യൂവേഴ്സ് നമ്മുടെ പ്ലേലിസ്റ്റിൽ പോവുക. അവിടെ ലേണിംഗ് സെക്ഷനിൽ ലേണിംഗ് വീഡിയോസ് ഒത്തിരി ഉണ്ട്. മസ്റ്റ് ആയിട്ട് കാണേണ്ടതാണ്. ഇല്ലിറ്റ് വേവിൻ്റെ 3 വീഡിയോസാണ് ഉള്ളത്. അത് പ്രോപ്പർലി കാണണം, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ 1 2 3 4യുടെ പല ടാർഗറ്റ്സ് എന്താണ്. ഓക്കെ, സോ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യണം. ഇനി നമുക്ക് കൗണ്ട് ചെയ്യാനുള്ളത് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ഈ ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കിയെടുക്കാം. ഫസ്റ്റ് ഞാൻ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം പോവാം. 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിനോട് നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ എനിക്ക് കാണുന്നത് എന്താണെന്നറിയാമോ? ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ടോ? ഇത് സ്മോൾ സ്ട്രക്ചർ 1 2 3 4 ആണ് കാണുന്നത്. ഓക്കെ, 5th ഓൺ ഗോയിങ് ആണ്. 5th ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. സോ നമ്മൾ ഈ സ്മോൾ സ്ട്രക്ചറിൽ 5 മൂവ്സ് ആണ്. ഓർ പ്രോപ്പർലി ഞാൻ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇത് എന്താണ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം ഞാൻ ഇത് കൗണ്ട് ചെയ്യണത് എങ്ങനെയായിരിക്കും? അത് നമ്മുടെ ജനുവരി ഇത് ഫുൾ എ ആയി, ഇത് ബി ആണ്, ഇനി സി ഓൺ ഗോയിങ് ആണ്. ആക്ച്വലി അതിൻ്റെ കൗണ്ടിങ് അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. ബട്ട് ഇത് എ ആണ്, ഇവിടെ വരെ ബി ആണ്, ആൻഡ് സി ഓൺ ഗോയിങ് ആണ്. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ തീരുവോ അവിടെ തീരുവോ, ഇവിടെ ഡബിൾ ബോട്ടം ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടി ഉണ്ടാവും. ഓർ താഴേക്ക് എങ്ങനെയാ വെച്ചാൽ അവിടെ പ്രൈസ് നമുക്ക് നോക്കാൻ ആയിട്ടെങ്കിൽ. സോ ഇതാണ് സിയുടെ ഫുൾ ടാർഗറ്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഓർ 1 2 3 4 5 കൗണ്ടിങ് ഞാൻ എന്തിനാണ് ചെയ്യണേ എന്ന് വെച്ചാൽ ന്യൂ വ്യൂവേഴ്സാണ്, അവർക്ക് ചിലപ്പോൾ എക്സാക്ട്ലി ABC സ്ട്രക്ചർ മനസ്സിലാവില്ല. സോ അവരെന്ത് ചെയ്യുക, ഇങ്ങനെ 1 2 3 4 and 5 നമ്മൾ അങ്ങനെ നോക്കുക. 5ൻ്റെ ടാർഗറ്റ് 127% ആണ്. സോ ഇതാണല്ലോ നമ്മുടെ 3, ഇത് 4 ആണ്. സോ നമ്മൾ എന്താ ഫിബൊനാച്ചി ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കണം. ഓക്കെ, 127% ആൻഡ് ഇത് കണ്ടോ 127% ആൻഡ് 161.80% വരെ ഈ 5th വേവ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഫോർ ദ ഡൗൺ സൈഡ് അപ്കമിങ് ടൈമിൽ നമുക്ക് മീൻസ് ട്യൂസ്ഡേ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്ര ഈ ഒരു ഏരിയയിൽ പ്രൈസ് വരേണ്ടതാണ്. ഓർ 101% ഈ ഒരു സപ്പോർട്ട് ഗ്രീൻ ഈ ഒരു സോണിൽ വരേണ്ടതാണ്. ഓക്കെ, വന്നിട്ട് ഇവിടുന്ന് റിവേഴ്സ് ആണെങ്കിൽ മച്ച് ബെറ്റർ. ഓക്കെ, ഇനി ഞാൻ എന്താ കാണുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഇല്ലിറ്റ് വേവ് ബേസിൽ നമ്മൾ ഇത് നോക്കുവാണെങ്കിൽ 4th വേവിൽ 2 പാറ്റേൺസ് ആണ് നമ്മൾ കാണാറുള്ളൂ. ഓക്കെ, ഏത് ട്രയാങ്കിൾ പാറ്റേൺ ആൻഡ് സെക്കൻഡ് ഇതാണ് ട്രിപ്പിൾ ത്രീ കറക്ഷൻ പാറ്റേൺ. ട്രയാങ്കിൾ ഇതുവരെ ഇതിനകത്ത് ഇപ്പോൾ ഫോം ആയിട്ടില്ല. 5 മിനിറ്റ്സിലായി. അത് നേരത്തെ ഞാൻ ലാസ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്താലും അതൊരു കോളായി. ഓക്കെ, 4th വേവിൽ 2 പാറ്റേൺസ് ഫോം ആവാറുള്ളൂ. ശ്രദ്ധിക്കണം എപ്പോഴും. ഓക്കെ, ഇപ്പോൾ ഇത് കാണുന്നത് എനിക്ക് ട്രിപ്പിൾ ത്രീ കറക്ഷൻ പാറ്റേൺ. ഈ ഒരു ലൈൻ എടുക്കുക, അതിൻ്റെ ക്ലോൺ ദാറ്റ് മീൻസ് കോപ്പി എടുക്കുക ആൻഡ് അതുപോലെ തന്നെ താഴെ വെക്കണം. ഈ ഒരു തേർഡ് വേവിൻ്റെ ലോവസ്റ്റ് പോയിന്റിൽ ഏത് തേർഡ് വേവാണ് നമ്മുടെ? സോ 1 2 ഇത് 3. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ക്ലോൺ കോപ്പി എടുക്കണം. ഈ ട്രെൻഡ് ലൈൻ്റെ 2 to 4 ട്രെൻഡ് ലൈൻ ആൻഡ് ദെൻ കോപ്പി ഇവിടെ വയ്ക്കാം. സോ മോസ്റ്റ്ലി ഇതിനകത്തുള്ള നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടെ വരാനുള്ള ചാൻസസ് ഇനി ഉണ്ട്. ഓക്കെ, സോ 2 കൗണ്ടിങ്സിൽ പ്രൈസ് ഇവിടെ വരാനുള്ള ചാൻസസ് ഉണ്ടോ? 333 കറക്ഷൻ ആണ് എനിക്ക് അപ്കമിങ് ടൈമിൽ തോന്നുന്നു. 333 കറക്ഷൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. അത് 333 കറക്ഷൻ്റെ ആ വീഡിയോ മസ്റ്റായിട്ട് നമ്മൾ കണ്ടാലേ നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റും എന്തൊക്കെ കൗണ്ടിങ്സ് ആണ്. 8 to 12 മൂവ്സ് യൂഷ്വലി ഇതിനകത്ത് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അത് നമുക്ക് കിട്ടും കറക്റ്റായിട്ട്. ആൻഡ് ആ മൂവ്സ് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി അറിയാൻ പറ്റും നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കേണ്ടതാണ്. പ്രൈസ് എപ്പോഴാണ് ഇവിടുന്ന് റിവേഴ്സലാവുക. 333 കറക്ഷൻ ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു റൂളാണ്. മീൻസ് അത് കഴിഞ്ഞ് വേറെ കറക്ഷൻ ഇല്ല. അതാണ് 333 കറക്ഷൻ്റെ ഒരു മസ്റ്റായ ഒരു റൂൾ ആൻഡ് പ്രോപ്പർ ഒരു ലോജിക്. ഓക്കെ, സോ 333 കറക്ഷൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ പിൻ ചെയ്തേക്കാം നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ. അത് നമ്മൾ ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ആ വീഡിയോയിലേക്ക് നമുക്ക് എത്തും. ആൻഡ് ആ ഫുൾ വീഡിയോ മസ്റ്റായിട്ട് എല്ലാവരും കാണണം. ഓക്കെ,
സോ ഇതാണ് നമ്മുടെ ഇപ്പോൾ ഇനി ഫർദർ മൂവ് ഓർ ഫർദർ ഡിസ്കഷൻ ഇതായിരുന്നു നമ്മുടെ നിഫ്റ്റിയുടെ. ആൻഡ് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, ഈ ഏരിയയിൽ ബൈയിങ് സോൺ ആണ് അത്. മേ ബി മോസ്റ്റ്ലി ചാൻസസ് ഇൻ പ്രൈസ് ഇവിടെ നിന്ന് തന്നെ റിവേഴ്സൽ ആവേണ്ടതാണ്. ഇതിൻ്റെ ബിലോ ഞാനും കാണുന്നില്ല. കാരണം എന്ന് വെച്ചാൽ 38.20% മാക്സ് ടു മാക്സ് ഈ ഒരു ഇത് എക്സ്റ്റെൻഡ് വേവ് ആയിപ്പോയി. തേർഡ് വേവ് ഉണ്ടല്ലോ, എക്സ്റ്റെൻഡ് ആണ് ഇത്. നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കണ്ടില്ലേ കാണുന്ന ന്യൂ വ്യൂവേഴ്സ്, ലാസ്റ്റ് വീക്കിൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ നിന്നാണ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രം ബോട്ടം ടു 1 2 3 പ്രോപ്പർലി നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രൈസ് പ്രോപ്പർലി മൂവ് ആയിട്ടുണ്ട്. നമ്മളെല്ലാം ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർത്ത് വേവിൻ്റെ ഫോൾ ഞാൻ ഇവിടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പ്രൈസ് 700 to 800 ഈ ഒരു ഏരിയയിലാണ് ഞാൻ പറഞ്ഞത്. 700 to 800 കോഷൻ സോണാണ്. പ്രൈസ് അടിച്ചത് 870 ഹൈ ആണ്. 70 പോയിൻറ്റ്സ് അബവ് പോയി. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ കോഷൻ സോൺ ഇട്ടായിരുന്നു. ദാറ്റ് മീൻസ് 800 to 7 ആകുമ്പോഴത്തേക്ക് പ്രൈസ് ഇവിടെ നിന്ന് ഫോൾ ആവേണ്ടതാണ്. തേർഡ് വേവ് കംപ്ലീറ്റ് ആവും. ആൻഡ് ഫോർത്തിൻ്റെ ഫോൾ വരും. ആൻഡ് ഫോർത്തിൻ്റെ ഫോൾ വരുന്നു, ബട്ട് അത് സ്ലോ ആണ്. എന്ന് വെച്ചാൽ ഫോർത്ത് വേവിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഫോർത്ത് വേവിൻ്റെ ഫോൾ എപ്പോഴും സ്ലോ തന്നെ വരുള്ളൂ. അല്ലെങ്കിൽ സിക്സാഗ് അല്ലെങ്കിൽ ഷാർപ്പ് ഫോൾ വരും. അത് ഈ കണ്ടീഷൻ വരത്തില്ല. ഏത് തേർഡ് വേവ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ ആ കണ്ടീഷനിൽ ഇതിൻ്റെ ഫോൾ വരത്തില്ല, ഷാർപ്പ് ഫോൾ വരത്തില്ല. വെച്ചാൽ കാരണം വെച്ചാൽ ഇവിടെ അവർ സ്ലോലി ബിഗ് മണി ഇവിടെ നിന്ന് ബൈ ചെയ്ത ആൾ, കാരണം വെച്ചാൽ ബോട്ടത്തിന് ഓർ ഇവിടെ നിന്ന് ബൈ ചെയ്ത ആൾ ഇത് ഫുൾ റാലി അവർ റൈഡ് ചെയ്തു. ആൻഡ് ദെൻ അവിടെ നിന്ന് സ്ലോലി എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സിറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് അത് സ്ലോലി ഫോൾ വരുള്ളൂ. ദെൻ ഫിഫ്ത്ത് വേവിൽ കൊണ്ട് അവിടെ അവർ മൊത്തത്തിൽ എക്സിറ്റ് ചെയ്യും. എന്നിട്ട് റീറ്റെയിലേഴ്സ് സ്ട്രാപ്പ് ആവും. റീറ്റെയിലേഴ്സ് വിചാരിക്കും ഇനി ന്യൂ ഹൈ ഓർ ഇനി ഇവിടെ ബ്രേക്ക് ഔട്ടായി ഓർ ചോച്ചായി ചേഞ്ച് ഓഫ് ക്യാരക്ടറായി. ഇത് ഇവിടെ ആകുമ്പോഴത്തേക്ക് റീറ്റെയിലേഴ്സ് എന്ത് ചിന്തിക്കും, ഇതിൻ്റെ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായി കണ്ട, ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ട, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു എന്താണ്. അപ്പോൾ ഇനി ഒത്തിരി പേർക്ക് ഇവിടെ കപ്പ് ആൻഡ് ഹാൻഡിലൊക്കെ കാണിച്ചു തരുമ്പോൾ അവർ ഓർ ഒത്തിരി പേർ പറയുന്നത് ഹെഡ് ആൻഡ് ഷോൾഡർ ഫോമായി. അതൊക്കെ ഒന്നും ആവത്തില്ല. ഓക്കെ, കാരണം ലാസ്റ്റ് വീഡിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 5 മൂവ്സ് കംപ്ലീറ്റ് ആയാൽ നമ്മൾ ഒരു ഡിഗ്രി ഓർ ഒരു ഫസ്റ്റ് വേവ് ഇൻ ബിഗർ ടൈം ഫ്രെയിം, 1 വേവ് ഇൻ 1 hour ചാർട്ട് ചെയ്യും. ഓക്കെ, 5 മൂവ് കഴിഞ്ഞാൽ 1 2 3 4 and 5 5 മൂവ് കംപ്ലീറ്റ് ആയാൽ ഒരു ഫുള്ള് വേവ് കംപ്ലീറ്റ് ആവും. അത് ഏത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൗണ്ട് ചെയ്യാം. നമ്മൾ ഇപ്പോൾ 1 hourൽ ബിഗർ ടൈം ഫ്രെയിമിൽ കൗണ്ട് ചെയ്യുന്നത് അതിൻ്റെ ഡിഗ്രിയാണ് പറയുന്നത്. ഡിഗ്രി ബിഗർ ടൈം ഫ്രെയിമിലാണെങ്കിൽ ഡിഗ്രി വരും. ഒരു 1 hour ആയാലും ഓർ ഡെയിലി ടൈം ഫ്രെയിം ഇങ്ങനത്തെ ആണ് നമ്മൾ അങ്ങനത്തെ കുറച്ച് ബിഗർ ടൈം ഫ്രെയിം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിഗ്രിയാണ് പറയുന്നത്. ഡിഗ്രി മീൻസ് ഒരു ഡിഗ്രി ഫുൾ കംപ്ലീറ്റ് ആയാൽ ദെൻ അവിടെ നിന്ന് ഷാർപ്പ് ഒരു നമുക്ക് താഴേക്ക് ഡൗൺ സൈഡ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. സോ ഞാൻ നേരത്തെ തന്നെ അലേർട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മാറേണ്ടതാണ്. ഓക്കെ, ഇത് ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്. ഇവിടെ നിന്ന് ആരും റിസ്ക് ഒന്നും എടുക്കേണ്ട. ബട്ട് ജസ്റ്റ് ഇത് എൻ്റെ വ്യൂ ആണ്. ഈ ഏരിയ നമ്മൾ ഇവിടുന്ന് 5th വേവ് കംപ്ലീറ്റ് ആയി അവിടെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ആവേണ്ടതാണ്. അവിടെ ആകുമ്പോഴത്തേക്ക് നമ്മൾ കോഷ്യസ് ആവുക, നമുക്ക് മനസ്സിലാക്കാം. ദാറ്റ് മീൻസ് പ്രൈസ് 5th വേവ് കംപ്ലീറ്റ് ആൻഡ് ഇനി ഫർദർ ഡയറക്ഷൻ താഴേക്കുള്ള ഡയറക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. യെസ്, ആളുകൾക്ക് ഇതിനകത്ത് ഒത്തിരി ട്രേഡ് ചെയ്യാൻ ഒത്തിരി പാടായിരിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര പാടാണ് ഈ സമയത്ത്. സോ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ലാസ്റ്റത്തെ ഇതിൽ ഞാൻ ആകെ ട്രേഡ് ചെയ്തത് ഇവിടെ മാത്രമേ ഉള്ളൂ. അത് ചെറിയൊരു മൂവ് നമുക്ക് കിട്ടിയായിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ തന്നെ. ബട്ട് എല്ലാവരും കൂടി ഫസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇതിൽ നമ്മുടെ ലേണിംഗ് പർപ്പസ് ചാനലാണ്. സോ ഏൺ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി. മറക്കേണ്ട എല്ലാവരും കൂടി ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ എല്ലാവരും. ഓക്കെ, സോ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം ഇൻട്രാഡേയിൽ ലാസ്റ്റ് എങ്ങനെയാണ് ഞാൻ ഇവിടെ നമ്മൾ എന്താ പ്ലേ ചെയ്തത്. ഓക്കെ, സോ ഞാൻ മൺഡേ ഓപ്പണിംഗ് ഇവിടെ ആയിരുന്നു. ഓക്കെ, ആൻഡ് റെസിസ്റ്റൻസ് പോയി. എങ്ങനെയാണ് റെസിസ്റ്റൻസ് പോയി എന്ന് വെച്ചാൽ നമ്മളൊന്ന് മൺഡേ അല്ല, ലാസ്റ്റ് വീഡിയോ മൺഡേ. സോ പ്രൈസ് ഡെപ്ത് ഇവിടെ ഒരു ടോപ്പ് അടിച്ചു, താഴേക്ക് വന്നു ആൻഡ് ദെൻ മുകളിൽ പോയി. സോ ഇതെന്തായി ഡബിൾ ടോപ്പ് പാറ്റേൺ ഫോമായി. ഡബിൾ ടോപ്പ് ഓർ നമ്മുടെ ഡബിൾ ടോപ്പിനെ നമ്മൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്, ABC സ്ട്രക്ചറാണ് നമ്മൾ കൗണ്ട് ചെയ്യാറുള്ളത്. സോ ഇതെന്തായി ഇവിടുന്ന് 5 minutes ടൈം ഫ്രെയിമിൽ A, അത് B പോയി ആൻഡ് C ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരേണ്ടതാണ്. C എപ്പോഴും ഡബിൾ ടോപ്പ് അടിച്ചിരിക്കുന്നത് താഴേക്ക് തന്നെ അല്ലേ വരുള്ളൂ. നിങ്ങൾ നോർമൽ നമ്മുടെ ലാംഗ്വേജിൽ അങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. C ഓപ്പോസിറ്റ്. ബട്ട് സിയിൽ എത്ര മൂവ്സ് ഉണ്ടാവും, 5 moves or 1 2 3
1 2 3 ഇങ്ങനെ കൗണ്ട് ചെയ്തു. ഓക്കെ, ABC ആകുമ്പോഴത്തേക്ക് ABC റൂൾസ് ഉണ്ട്, അത് നമുക്ക് അപ്കമിങ് ടൈമിൽ ഡിസ്കസ് ചെയ്യാം. ബട്ട് 1 2 3 ആണെങ്കിൽ 1 2 3 3D നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ 5 മൂവ്സ് ഉണ്ടാകും. സോ 5 മൂവ്സിലാണ് പ്രൈസ് താഴേക്ക് വരേണ്ടതാണ്. സോ ഇവിടെ നോക്കിക്കോ 1 2 3 4 and 5. ഓക്കെ, 1 2 3 4 and 5 and 5 ആകുമ്പോൾ എൻഡിങ് ഡയൽ പാറ്റേൺ ഇവിടെ എക്സാക്ട്ലി ഇവിടെ ഫോം ചെയ്തുകൊണ്ടാണ്. ഇവിടെ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോമായി and അതിൻ്റെ ബൗൺസ് കൂടി വന്നു. സ്ട്രക്ചർ അങ്ങനെയാണ് റീഡ് ചെയ്യാനുള്ളത്. ഇതാണ് നമ്മളെപ്പോഴും പറയുക, സ്ട്രക്ചർ നമ്മൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി നമുക്ക് എല്ലാ ഐഡിയ കിട്ടും. പ്രൈസിൽ ഇതാണ് നടക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് കണ്ട എൻ്റെ പാറ്റേൺ ഫോമായില്ലോ, ഫോമായി. ദെൻ ഇവിടെ നിന്ന് ബൗൺസ് വരേണ്ടതാണ്, പ്രോപ്പർലി ആ ഒരു ബൗൺസ് വന്നു. എക്സാക്ട്ലി ബൗൺസ് ഒന്നുമില്ല, ഇതാണ്. സോ എൻഡി ഡയൽ പാറ്റേൺ ഫോം ആവണ എപ്പോഴാണ് 5 മൂവ് കഴിഞ്ഞിട്ടാണ്. അത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുക. ഇത്രയും കൺഫ്യൂഷൻ ഇങ്ങനെ വരികയാണെങ്കിൽ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ വരിക. റെസിസ്റ്റൻസ് ആണ്, പ്രൈസ് 1 ഫോൾ വന്നു, 2 റീട്രേസ്മെൻറ്റ് വന്നു, 3 ഷാർപ്പ് ഫോൾ വന്നു. 3 എപ്പോഴും എക്സ്റ്റെൻഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ 4 ഒരു ബൗൺസ് വന്നു, ആൻഡ് ദെൻ 5 എൻഡിങ് ഡയൽ പാറ്റേൺ ഫോമായി. എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആവുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എപ്പോഴും. ഓക്കെ, അല്ലെങ്കിൽ ഒരു ട്രാപ്പ് ചെയ്യും. ഓക്കെ, മോസ്റ്റ് ചാൻസസ് ഉണ്ടെങ്കിൽ എപ്പോഴും എൻഡിങ് ഡയൽ പാറ്റേൺ നമ്മൾ ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാർപ്പ് ഒരു റിക്കവറി, അത് റെസിസ്റ്റൻസ് വരെ കണ്ട, എക്സാക്ട്ലി ആ ഒരു റെസിസ്റ്റൻസ് വരെയാണ് ആ ഒരു റിക്കവറി വരുന്നത്. ഈ ഒരു ഏരിയയുടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഈ ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസ് വരെ. ഓക്കെ, സോ ഇതാണ്. പിന്നെ വേറൊരു കാര്യം കൂടി, ഐ തിങ്ക് രാഹുലാണ്, റെഗുലർ വ്യൂവറാണ് നമ്മുടെ രാഹുലിന് 1-2 കൺഫ്യൂഷൻ ഉണ്ട്. പിന്നെ രാഹുൽ 1-2 ഇത് പറഞ്ഞായിരുന്നു, ഞാൻ കമൻറ്റ് സെക്ഷൻ അത് മെസ്സേജ് ഞാൻ ഫുള്ള് കണ്ടു വായിച്ചു. അത് ആക്ച്വലി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യാമെന്നറിയാമോ, നമ്മുടെ ഫണ്ട് കീപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വരുന്ന നമ്മുടെ എൻ്റെ ചാനലിലുള്ള ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അടുത്ത അപ്കമിങ് ടൈമിൽ 1000 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യും. ബട്ട് യെസ്, ഇപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, ഇതും കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക എല്ലാവരും കൂടി. സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടി ഇപ്പോൾ ആഡ് ആവുന്നത്, ഡെയിലി വീഡിയോസ് കാണുന്നത് എല്ലാവരും ഐ തിങ്ക് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, ന്യൂ ട്രേഡേഴ്സ് ഉണ്ടാവില്ലായിരിക്കും. ഇവരെല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. എക്സ്പീരിയൻസ് മീൻസ് 2-3 ഇയേഴ്സ് എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവും. അതെൻ്റെ അബവ് ഉണ്ടാവുമായിരിക്കും. 3 to 5 ഇയേഴ്സ് ഉണ്ട് എക്സ്പീരിയൻസ് ആയിരിക്കും ഐ തിങ്ക്. സോ റീസൺ എന്താണെന്ന് വെച്ചാൽ എലിയറ്റ് വേവ് പഠിക്കുന്നത് ആകെ എക്സ്പീരിയൻസ് ട്രേഡേഴ്സ് ആയിരിക്കും. കുറേ തട്ടിമുട്ടി കുറേ അടി കിട്ടുന്ന ആളുകളായിരിക്കും ഐ തിങ്ക് എലിയറ്റ് വേവ് പഠിക്കുന്നത്. റീസൺ എന്നുവെച്ചാൽ ന്യൂ ട്രേഡേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ഇത്രയ്ക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് തിയറി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവർ ഇൻട്രസ്റ്റഡ് അല്ലായിരിക്കും. കാരണം വെച്ചാൽ അവർ ഈസിലി മണി ഫൈൻഡ് ചെയ്യാൻ നോക്കത്തുള്ളൂ. എലിയറ്റ് വേവ് കൺഫ്യൂസിങ് ആണ്, ഒത്തിരി മറ്റേ ഇതാണ്, മനസ്സിലാക്കിയെടുക്കാൻ ഒത്തിരി പാടാണ്. യെസ്, ബട്ട് നമ്മൾ ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ കൗണ്ടിങ്. സോ നമ്മൾ ആ സമയത്ത് ഫുൾ 5-10 പോയിൻ്റ് അല്ല പിടിക്കുന്നത്, നമ്മൾ ഫുൾ ട്രെൻഡാണ് പിടിക്കുന്നത്. പിന്നെ നമുക്ക് മറ്റൊരാളുടെ ആവശ്യം വരത്തില്ല. പിന്നെ നമുക്ക് ഹെൽപ്പൊന്നും വരത്തില്ല. ഇതിനകത്ത് നമ്മൾ OI ഡാറ്റ ഇതൊക്കെ എല്ലാം നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ OI ഡാറ്റ മോസ്റ്റ്ലി നമ്മൾ ഇതിനകത്ത് നോക്കാറേ ഇല്ല. ഇൻട്രഡേ പർപ്പസിൽ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ബട്ട് OI ഡാറ്റ ബിൽഡ് ആവുന്നത് ഈ ഒരു ബേസിലാണ്. ബിഗ് മണി ബിഗ് ഫണ്ടിൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അപ്പോഴല്ലേ അവർ OI ഡാറ്റ ക്രിയേറ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. OI ഡാറ്റ ഒത്തിരി ടൈംസ് ചിലപ്പോൾ ഫെയിലായി പോകും. പല ഡാറ്റാസ് ഇതൊക്കെ എല്ലാം ഫെയിലായി പോകും. ബട്ട് നമ്മുടെ വേവ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വേവ് അതുപോലെ തന്നെ നടക്കുകയുള്ളൂ. മനസ്സിലായോ? സോ അവരുടെ കയ്യിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും. ആ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ് അവർ OI ഡാറ്റ പല ഡാറ്റാസ് അവർ ക്രിയേറ്റ് ചെയ്യണത്. ആ പ്ലാറ്റ്ഫോമാണ് എനിക്ക് തോന്നുന്നത് എലിറ്റ് വേവ് തന്നെയാണ്. ബാക്കി വേറെ ഉണ്ടാകാം. ബട്ട് ഞാൻ ഇത് കോൺസെപ്റ്റ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്ന ഈ ഒരു റീസൺ കാരണം ഞാനും ഇത്രയ്ക്ക് ഇത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈസിലി എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ബാക്കി സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ നോക്കണം, ഇതൊക്കെ എല്ലാം നോക്കണം, ഇല്ല എന്നല്ല. സ്മാർട്ട് മണി കോൺസെപ്റ്റും ഒത്തിരി ഏരിയയിലാണ്, ഒത്തിരി അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. SMC ബാക്കി ഒത്തിരി ഇതൊക്കെ ഉണ്ട്, ഒത്തിരി തിയറീസൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. ബട്ട് ഇല്ലിറ്റ് വേവ് ഐ തിങ്ക് മച്ച് ബെറ്റർ ആണ് ദെൻ എനിത്തിങ്
ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയറിറ്റി എല്ലാ ചാർട്ട്സിൽ കിട്ടും. ഒരേ ഇൻഡെക്സ് ചാർട്ട് മാത്രമല്ല, പല നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ എന്തോരം ചാർട്ട്സ് ഉണ്ട്. ഇന്ത്യൻ മാർക്കറ്റ്സ് മാത്രമല്ല, ഇത് ഫോറക്സിൽ പോവുകയാണെങ്കിലും നമ്മുടെ വേൾഡിൻ്റെ ഏത് ചാർട്ട് നമ്മൾ എടുത്താലും അതിലൊക്കത്തിനും വർക്കാവുന്ന ആണ് ഒരു എലിയറ്റ് വേവ് തിയറി. പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യും. ട്രാക്ക് ചെയ്യണം ഡെയിലി ടൈം ഫ്രെയിമിൽ. എല്ലാ ക്രൂഡ് ഓയിലായാലും ബിറ്റ് കോയിനിലായാലും നിങ്ങൾ എല്ലാത്തിനും ഈ ഒരു തിയറി നമ്മൾ എപ്പോഴും ലൈവ് മാർക്കറ്റ്, കാരണം എന്ന് വെച്ചാൽ ബാക്കി മാർക്കറ്റ്സ് ലൈവ് മാർക്കറ്റ്സ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അതിൽ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇതൊക്കെ എല്ലാം ട്രാക്ക് ചെയ്യുക. സ്മോൾ ടൈം ഫ്രെയിം ട്രാക്ക് ചെയ്യുക. ഇന്ത്യൻ മാർക്കറ്റ് മാത്രം നിങ്ങൾ ട്രാക്ക് ചെയ്യണ്ട. മറ്റേത് എവിടെയെങ്കിലും പോയി ട്രേഡ് ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതല്ല പറയണത്. അവിടെ നമ്മൾ ചാർട്ടിൽ വെച്ച് നമ്മൾ നോക്കാമല്ലോ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഒരു ടെസ്റ്റ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക. ഓക്കെ. സോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗോൾഡ് 24 hours അവരുണ്ടാവുമല്ലോ, 24 hours ഉണ്ട്. ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ അത് രാത്രി വരെ ഉണ്ട്, മിഡ് നൈറ്റ് വരെ ഉണ്ടാവും. കാരണം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് 3 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. 3:30 വരെ, 3:30 വരെ അല്ലേ ഉള്ളൂ ഞാൻ. സോ ചാർട്ടിൽ നമ്മൾ ട്രാക്ക് ചെയ്യില്ല. ബാക്കി പല ചാർട്ട്സിൽ വെച്ചിട്ട് ട്രാക്ക് ചെയ്യുക. ഡൗ ജോൺസിലായാലും നാസ്ഡാക്കിലായാലും എല്ലാ ചാർട്ട്സിൽ വെച്ച് ട്രാക്ക് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. സോ ആ ചാർട്ടിൽ ഓഫ്, കാരണം ഈ 3 മണി നമ്മുടെ 3 o'clock 3:30 ആകുമ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാനില്ലല്ലോ. തന്നെ ട്രാക്ക് ചെയ്യുക. അങ്ങനെ ഞങ്ങളൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ട്രാക്ക് ചെയ്തിട്ടാണ് നമുക്ക് കുറച്ചുകൂടി ഈസി മനസ്സിലാക്കാൻ പറ്റി. മനസ്സിലായോ? നമ്മൾ മനസ്സിലാക്കി എടുക്കണം, എന്നിട്ടേ നമുക്ക് അതൊരു പിടി കിട്ടത്തുള്ളൂ. പിന്നെ ഇത് റൂൾസ് കാര്യങ്ങൾ മസ്റ്റാണ്, ശ്രദ്ധിക്കുക. എപ്പോഴും എനിക്ക് റൂൾസ് എപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ അതുകൊണ്ടാണ് പല വീഡിയോസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാ വീഡിയോസ് റെഗുലർലി കാണണം. സമയം കളയുന്ന വീഡിയോ ലോങ് ആയി പോയി, സോ സോറി. സോ ഇത്തരമുള്ള നമ്മുടെ ഡിസ്കഷൻ ആയിരുന്നു. ഇന്ന് വേഗം ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പ്രോപ്പറാണ്, ഒന്നുമില്ല, സ്റ്റക്കാണ്. ഈ സോണിൽ സ്റ്റക്കായി കിടക്കണേ. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ പറയാനുള്ളത്, ഫർദർ ഫോളിന് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഐ തിങ്ക് ഫാസ്റ്റ് ആൻഡ് ഷാർപ്പ് ഫോൾ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ഇത് ട്രയാങ്കിൾ ഫോം ആവാറായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഫോം ആയിട്ടില്ല, ആവാറായിട്ടുണ്ട് എന്ന് പറയാം. ലാസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഇതിൽ നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞായിരുന്നു, നിഫ്റ്റിയിൽ ലാസ്റ്റ് എഡിങ് സെഷനിൽ ഐ തിങ്ക് എടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ട്രയാങ്കിൾ ഫോം ആയിട്ടില്ല. ട്രയാങ്കിൾ ഫോം ആവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഫോം ആവുള്ളൂ. ട്രയാങ്കിൾ ഫോം ആവുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ട്രയാങ്കിൾ ഫോം ആവുള്ളൂ. എന്ന് വെച്ചാൽ അത് നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി അറിയാൻ പറ്റും ട്രയാങ്കിൾ ഫോം ആയോ ഇല്ല എന്ന് വെച്ചാൽ. അതിൻ്റെ ഒരു കൗണ്ടിങ് ഫുൾ ഐ തിങ്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല. ട്രയാങ്കിളിൻ്റെ റെഗുലേഷൻ ഫുൾ റൂൾസ് ഉണ്ട്. ദാറ്റ് മീൻ ട്രയാങ്കിൾ എത്ര 1 2 3 4 എത്ര ഫുൾ മൂവ്സ് 5 മൂവ്സ് കഴിഞ്ഞാലോ, എന്നിട്ട് കഴിഞ്ഞവരെ അത് കംപ്ലീറ്റ് അല്ല. കംപ്ലീറ്റ്ലി ഞാൻ വീഡിയോ ഇട്ടേക്കാനാണ്, നോക്കണം എല്ലാവരും കൂടി നോക്കിയാൽ നമുക്ക്. സോ നമുക്ക് അപ്പോൾ പ്രോപ്പർലി നമുക്ക് അറിയാൻ പറ്റും ഇത് 5 മൂവ് ആയിട്ടില്ല, ട്രയാങ്കിളിൽ ബ്രേക്ക് ഔട്ട് ഇല്ല. ബ്രേക്ക് ഔട്ട് ആയാലും അത് ഫേക്ക് ആവും. പിന്നെ അത് ജെന്യുവൻ ബ്രേക്ക് ഔട്ട് ആവേ ഇല്ല, നമുക്കത് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. സോ ഇപ്പോൾ എനിക്ക് ഇത് അൺകംപ്ലീറ്റഡ് ആണ് ഇപ്പോൾ തോന്നുന്നത്. സോ ഫർദർ ഡൗൺ സൈഡ് മേ ബി ബ്രേക്ക് ഡൗൺ ആയാലും മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഡൗൺ സൈഡ് ഇനി ഫർദർ ഇതിൻ്റെ ബിലോ ആയിരിക്കുള്ളൂ. ഇതിൻ്റെ ബിലോ ആണ് ഇനി ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടത്തുള്ളൂ ഈ ഒരു പ്രാവശ്യം. ഓക്കെ. ബാക്കി ലെവൽസ് ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഇത് സി വേവ് ആണ് നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ABC ബിഗ് ടൈം ഫ്രെയിമിൽ കണ്ടിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ആ വീഡിയോ ഒന്നും കാണുന്ന എല്ലാവരും കൂടി. ആൻഡ് സി വേവിൽ 5 മൂവ്സ് ആണ്. ഷാർപ്ലി 1 2 3 ആൻഡ് ഫോർത്തിൻ്റെ ഫോൾ. ഫോർത്ത് ഇത് സിയിൽ 5 മൂവ്സ് ഉണ്ടാകും. സ്മോൾ സ്ട്രക്ചറിൽ നോക്കുകയാണെങ്കിൽ യെസ് ഫോർത്താണ് ഇത്. ഓക്കെ. സോ മേ ബി ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ഫർദർ ഡൗൺ സൈഡ് ഇതിനകത്ത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇതിനകത്ത് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ അത്രയ്ക്ക് നല്ലതാണ്. ഓക്കെ. അല്ലെങ്കിൽ ഇതിൻ്റെ അബവ് പോയാൽ പിന്നെ ബുള്ളിഷ്നെസ്സിൽ പോകും. യെസ്, ഞാൻ തിക്കാക്കി മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. 51,877 അബവ് ആയി പോയാൽ പിന്നെ ബുള്ളിഷ്നെസ്സിലേക്ക് ഫർദർ അപ്സൈഡ് നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ടാകും. ഓക്കെ. സെൻസെക്സിലേക്ക് കിടക്കാൻ വേഗം. സെൻസെക്സ് നിഫ്റ്റി പോലെ തന്നെയാണല്ലോ, നമ്മളൊന്നും പറയണ്ട. സെൻസെക്സ് ഇതാണ് സ്ട്രക്ചർ. സെൻസെക്സിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ്. ഓക്കെ. ട്രയാങ്കിൾ ഫോമിങ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ബട്ട് അതൊന്നും ഇല്ല. സോ
ഫർദർ ഡൗൺ സൈഡ് ഇതിൻ്റെ ബിലോ ഈ ലോ അടിച്ച ബിലോ ബട്ട് സഡൻ ഒരു ഗ്യാപ്പിൻ്റെ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. ഫർദർ ഡൗൺ സൈഡ് ഇതിൻ്റെ ബിലോ ആയിരിക്കുള്ളൂ. 76,990 ഇതിൻ്റെ ബിലോ ആണ് ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അത് ഇവിടെ വരെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇതിൻ്റെ ഫിബൊനാച്ചി നമുക്ക് വേഗം വെച്ച് കാണിച്ചു തരാം. എക്സ്റ്റെൻഡ് ഫിബോ എടുക്കാം. വീക്കെൻഡാണ് ഈ പ്രാവശ്യം, ലോങ് വീക്കെൻഡാണ്. സോ പ്ലീസ് ലേണിംഗ് വീഡിയോ മസ്റ്റായിട്ട് കാണണം. ഓക്കെ, ഫുൾ വീഡിയോസ്, ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ. ലേണിംഗ് വീഡിയോ ഡിഫറെൻറ്റ് വീഡിയോസാണ്, വെറൈറ്റി വീഡിയോസാണ്, മസ്റ്റായിട്ട് എല്ലാവരും കാണണം. സോ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ വരാനുള്ള ചാൻസസ് ഇതിനകത്തും ഉണ്ടാകും. ഓക്കെ, 38.20%. ഇതൊക്കെ എല്ലാം റൂളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റൂൾസ് എന്ന് പറഞ്ഞാൽ തേർഡ് വേവ് എക്സ്റ്റെൻഡഡ് ആണെങ്കിൽ നിഫ്റ്റിയിൽ ആൻഡ് സെൻസെക്സിൽ തേർഡ് വേവ് എക്സ്റ്റെൻഡഡ് ആണെങ്കിൽ സോ ഫോർത്ത് വേവിൻ്റെ ഫോൾ ഇത്രേ വരാവുള്ളൂ. അല്ലെങ്കിൽ 50% അത് നോർമൽ കേസസ് വരും, ഐഡിയൽ കേസസ്. ദാറ്റ് മീൻസ് എക്സ്റ്റെൻഡഡ് അല്ല. ഇത് കണ്ട ഇത് റാലി ടൈപ്പ് അങ്ങനെ പോയില്ലോ, ഭയങ്കര സ്ട്രെച്ചായി. അതാണ് ഇതൊക്കെ റൂൾസാണ്. അതാണ്. സോ അത് 38.20% മാക്സിമം മാക്സ്. ഇതിൻ്റെ ഇടയിൽ ഇവിടുന്ന് തന്നെ റിവേഴ്സൽ ആവേണ്ടതാണ്. ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് തന്നെ റിവേഴ്സൽ ആവേണ്ടതാണ്. ബട്ട് ആ ഒരു അത് പാറ്റേൺ ഫോം ആവണം. പാറ്റേൺ ഫോം ആവാതെ റിവേഴ്സൽ ആവത്തില്ല. അത് മസ്റ്റാണ്. ട്രയാങ്കിൾ പാറ്റേൺ ഓർ 333 കറക്ഷൻ പാറ്റേൺ അത് മസ്റ്റാണ്. അത് ഫോം ആവാതെ പോകില്ല. ഇത് അപ്കമിങ് മുകളിലേക്ക് ഫർദർ പോകുകയില്ല. മാക്സിമം ചാൻസസ് ഞാൻ അങ്ങനെയാണ് കണ്ടേക്കാൻ. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ മുകളിലത്തെ 5th ഞാൻ എൻ്റർ ആവുന്നത് എപ്പോഴാണ് ആ ഒരു പാറ്റേൺ ഫോം ആയി കഴിഞ്ഞിട്ട് ഞാൻ 5th എൻ്റർ ആവുള്ളൂ. ഞാൻ എൻ്റെ കാര്യം പറയണേ. ദറ്റ് മീൻസ് ഞാൻ അതിലേക്ക് 5th ആ ഒരു ട്രയാങ്കുലർ 333 കറക്ഷൻ ഫോം ആയി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഇൻട്രസ്റ്റഡ് ആവുള്ളൂ. യെസ്, ഇനി നമുക്ക് 5th വേവിലേക്ക് നോക്കാം. ഓർ 5th വേവ് നമുക്ക് അപ്കമിങ് ടൈമിൽ മുകളിലേക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി വേഗം നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് അന്ന് ഇതായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. ഇവിടെ ലിക്വിഡ് സ്വീപ്പ് ചെയ്തു, ഹണ്ട് ചെയ്തു, ഗ്രാബ് ആയിട്ട് പിന്നെ താഴേക്ക് വന്നു. സ്ട്രക്ചർ കൺഫ്യൂസ് ആയി കിടക്കണേ ഇതിനകത്ത്. പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് കൺസൾട്ടേഷൻ പീരീഡ് ആണ്. ട്രേഡ് ചെയ്യണ്ട. ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ സ്റ്റക്കായി പോകും. സ്മോൾ ടൈം ഫ്രെയിം 5 minutes ടൈം ഫ്രെയിമിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ട്രാപ്പ് മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ ഡബിൾ ടോപ്പ് തന്നെ ABC അതാണ് 1 2 3 4 5 5 ട്രിപ്പ്. ഇവിടെ ND9 പാറ്റേൺ ഫോമായി. ഓക്കെ, കണ്ട ND9 ഫോം ആൻഡ് ദെൻ വീണ്ടും ഒരു ബൗൺസ്. സോ സ്മോൾ സ്ട്രക്ചറുകൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നിയറസ്റ്റ് ഈ ഒരു യെസ്റ്റർഡേ ആ ഒരു ട്രേഡ് മാത്രം. സോ എക്സാക്ട്ലി 61.80%. ഓക്കെ, സോ ഇപ്പോൾ ഇനി ഈ പ്രൈസ് എന്താ പറയണേ? ഈ പ്രൈസ് എന്താ പറയണതെന്ന് പറഞ്ഞാൽ ഈ ലോ ബ്രേക്ക് ചെയ്ത് ഫർദർ ഡൗൺ സൈഡ് കിട്ടും. ഓക്കെ, ഈ ഒരു പ്രൈസ് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? 61.80% ഇത് ടച്ച് ചെയ്തിട്ടില്ല. ടച്ച് ചെയ്താൽ ഇത് കണ്ട ജസ്റ്റ് മിസ്സാണ്. ദാറ്റ് മീൻസ് അത് ബിയറിഷ് ടെറിട്ടറിയിലാണ്, ബിയറിഷ് ആണ്. ഇത് എക്സാക്ട്ലി അവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എക്സാക്ട്ലി അവിടെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുൾസിൻ്റെ ഗ്രിപ്പിലായെന്നെ. അതാണ്. അതൊക്കെ അപ്കമിങ് ടൈമിൽ ഞാൻ പറയും, ഇപ്പോൾ ഒന്നും പറയണില്ല എന്നുള്ളൂ. അതൊക്കെ റൂൾസാണ്. അതാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് എക്സാക്ട്ലി വെച്ച് നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഓക്കെയാണ്. ഇവിടെ ഡൗൺ സൈഡ് കറക്റ്റ് പിച്ചിങ്. യെസ്, അത് കറക്റ്റാണ്. സോ നോക്കിക്കോ, 61.80% ടച്ച്. ഇത് കണ്ട ടച്ച് ചെയ്യാൻ ജസ്റ്റ് ഒരു പോയിൻറ്റ്സ്, എത്ര പോയിൻറ്റ്സ് 4 or 5 പോയിൻറ്റ്സ് മിസ്സായി. അവിടെ എക്സാക്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ബുൾസിൻ്റെ ഗ്രിപ്പിലായിരുന്നു. അപ്പോൾ ഇത്രയ്ക്ക് ഫോൾ വരില്ലായിരുന്നു. പകുതി ഫോളിന് തന്നെ അത് റിവേഴ്സായി പോയത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സമയത്ത് ബിയർ സ്ക്രിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. സോ മോസ്റ്റ്ലി ചാൻസസ് ഉണ്ട് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാൻ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. മോസ്റ്റ്ലി ചാൻസസ് അങ്ങനെയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇവിടെ തന്നെ കാണിക്കണം മിനിമം, അത് ഇതിൻ്റെ അബവ് കാണിക്കണം. അങ്ങനെ ഇപ്പോൾ ഇത് ഓഫ് മാർക്കറ്റാണോ എനിക്കൊന്നും എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല. സോ ഇതിനകത്ത് ഇനി വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മുടെ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ ബൈ ഇതിൻ്റെ അബവ് വരുള്ളൂ. 11,700 അബവ് പോയാൽ മാത്രമേ ബൈ വരത്തുള്ളൂ. ആസ് പെർ മീ ഇനി പ്രൈസ് താഴേക്ക് വരേണ്ടതാണ്. ഇവിടെ വന്നിട്ട് പിന്നെ ഫുർദർ സൈഡ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സീ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.